ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ വന്നിരിക്കുന്നു. അടുത്ത 8 മാർക്കിന്റെ ചോദ്യവുമായിട്ട് സ്പീച്ച് ആണ് മക്കൾ. എന്താണ് പറ? സ്പീച്ച്. സാർ, ഞങ്ങൾ എങ്ങനെ സ്പീച്ച് എഴുതാം? ബി വിത്ത് മീ. ഞാനല്ലേ പഠിപ്പിച്ചു തരാനുള്ളത്. വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചു തരാം. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവില്ലേ കുറച്ചൊക്കെ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അതിന്റെ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ ആട്ടോ, കുറച്ച് കൂടുതൽ. കാര്യം 8 മാർക്കിനാണ് എന്തെങ്കിലും സ്പീച്ച് പൊതുവെ +1 ചോദിക്കല്. അപ്പോൾ 8 മാർക്കിന് ഒരു 2 പുറകിൽ എഴുതണ്ടേ, 2 പേജിൽ എഴുതണ്ടേ? അപ്പൊ അത്യാവശ്യം ലെങ്തി വേണ്ടേ നമ്മൾ എഴുതാനുള്ളത് അല്ലേ? അപ്പൊ എൻ്റെ ഒരു കിഡലൻ സപ്പോർട്ടാണ് തരാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, സ്പീച്ച് കണ്ടാൽ എഴുതി വെച്ചോളൂ. ഓണറബിൾ ചീഫ് ഗസ്റ്റ്, ബഹുമാനപ്പെട്ട അല്ലെ ഗസ്റ്റ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രിയ അധ്യാപകരെ, സുഹൃത്തുക്കളെ, വെരി വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പറ, വളരെ വലിയൊരു ഗുഡ് മോർണിംഗ്. ഐ എം സോ ഗ്ലാഡ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. Here in this auspicious occasion, ഈ മഹത്തായ വേദിയിൽ, ഇവിടെ in this auspicious occasion, ഈ മഹത്തായ വേദിയിൽ, auspicious എന്ന് പറഞ്ഞാൽ മഹത്തായ, ഇനി അത് കിട്ടണില്ലെങ്കിൽ സ്പെഷ്യലിന് എഴുതിയാലും മതി കേട്ടോ. ഈ പ്രത്യേകമായ വേദിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാത്തിലും ആദ്യമായിട്ട് I would like to say thanks. ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു to God, ദൈവത്തിനോട്, and to the organization, സംഘാടക സമിതിയോടും, which ഏതാണോ ആ സംഘാടക സമിതി, which gave me such an opportunity, ഇതുപോലൊരു അവസരം എനിക്ക് തന്നു അവര്, to deliver a speech in front of you, നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം തന്ന ദൈവത്തിനും സംഘാടക സമിതിക്കും ഈ പ്രത്യേകമായ വേദിയിൽ എല്ലാത്തിലും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കുഴപ്പമുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് ഹിയർ ഇൻ ദിസ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ ഫ്യൂ വേർഡ്സ്. ഈ ഒരു വേദിയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യം പറയാൻ വേണ്ടി പോവാണ്. അബൌട്ട് എന്തിനെ കുറിച്ചാണ്? ഇവിടെ ആ വിഷയത്തിന്റെ പേര് എഴുതി കൊടുക്കുക. ആ വിഷയത്തിന്റെ പേരിട്ടോ, വിഷയത്തിന്റെ വിഷയം എഴുതിയാൽ മതി കേട്ടോ. ടോപ്പിക് അവിടെ എഴുതി കൊടുക്കുക, ടോപ്പിക്. ദെൻ ആസ് യു നോ, അടുത്ത പാരഗ്രാഫ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടുഡേ. ഇതൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് എന്നൊക്കെ ആവാട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദാറ്റ്സ് വൈ നൗ എ ഡേയ്സ് പീപ്പിൾ ഡിസ്കസ് ദിസ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ആളുകൾക്ക് ഒരു പണിയില്ല, അങ്ങനെ ചർച്ച ചെയ്തോട്ടെ. ലെറ്റ് മീ ഷെയർ യു സം പോയിന്റ്സ് ടു റിമെമ്പർ. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മയിൽ പെടുത്തിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് തള്ളി മറിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന് എന്തിനെ കുറിച്ചാണ് പറയാനുള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറും ചെറിയൊരു ഹിന്റ് കിട്ടും. ഹിന്റ് അങ്ങോട്ട് എലാബറേറ്റ് ചെയ്ത് കൊടുക്കുക, വേറെ ലെവൽക്ക് കണ്ട് കൊണ്ടുപോവുക. എന്നിട്ടോ ലാസ്റ്റ് എഴുതി കൊടുത്ത് അത്യാവശ്യം വെൽപ്പായി എന്ന് കണ്ടാൽ കെങ്ങിലൂടെ എങ്ങനെയാണെന്ന് അറിയോ? എനിവേ, ഐ ഡോണ്ട് ലൈക്ക് ടു പ്രൊലോങ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്ക് ചെയ്യുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. ഞാൻ എന്താണോ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കാം കേട്ടോ. ലെറ്റ് മീ കൺക്ലൂഡ് മൈ സ്പീച്ച്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിക്കോട്ടെ. താങ്ക്സ് ഫോർ ഗിവിംഗ് യുവർ വാല്യുബിൾ ടൈം ഫോർ മൈ വേർഡ്സ്. എൻ്റെ വാക്കിന് നിങ്ങൾ വിലയേറിയ സമയം നൽകിയതിന് വളരെ ബഹുത്ത് നന്ദി. ഹേ, ബിഫോർ കൺക്ലൂഡിങ് മൈ സ്പീച്ച്, എൻ്റെ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് ഐ ഹാവ് എ വേർഡ് ടു യു. നിങ്ങളോടൊക്കെ എല്ലാവരും ഒരു കാര്യം പറയാണ്ട്. എന്താണെന്ന് അറിയാം, ഈ വേർഡ് പഠിച്ചു ചോട്ടോ, എല്ലായിടത്തിലും കയറ്റാൻ പറ്റുമേ. ബി ഗുഡ് ടു ഓൾ ആൻഡ് സ്പ്രെഡ് ലവ് ഇൻ ദ വേൾഡ്. എല്ലാവർക്കും നിങ്ങൾ നല്ല ആൾക്കാരാവുക, ലോകം മുഴുവൻ എന്ത് ചെയ്യുക, സ്നേഹം പരത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ പ്രസംഗത്തിലും പറയാൻ പറ്റുന്ന ഒരു നൈസായിട്ടുള്ളൊരു പ്രസംഗമാണ്. ലൈഫിൽ മുഴുവൻ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയാൽ കയറിക്കാണ്ടാണ് പറയണം നമ്മളിതൊക്കെ. ഓണറബിൾ ചീഫ് ഗസ്റ്റ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, കത്തിക്കേറി ഇങ്ങോട്ട് പറയണടാ. റെഡി അല്ലേ നിങ്ങള്? സോ ഷാൽ ഐ വൈൻഡ് അപ്പ് ഹിയർ. സോ നിങ്ങളുടെ സ്വന്തം ഷാഫി സർ ഈ സ്പീച്ചിന്റെ 8 മാർക്ക് നിങ്ങൾ കാണാണ്ട് പഠിച്ചിരിക്കണം കേട്ടോ. താങ്ക് യു വെരി മച്ച്. ബൈ.